നർണി പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. വളരെ മനോഹരമാണ്, പ്രകൃതി ഭംഗി കൊണ്ട്. ചിറ്റൂർ പുഴയിലെ വെള്ളം ഈ നർണി പുഴയിലൂടെ ഒഴുകുമ്പോൾ, ഈ നർണി പാലത്തിലൂടെ, ഈ ചപ്പാത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ ഒരു നയന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പാലം പുതുക്കിപ്പണിയല്ല, ശരിക്കും അതിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ്. അതായത് മേൽപ്പാലം പണിയുകയാണ്. മേൽപ്പാലം പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചപ്പാത്തിൻ്റെ അടുത്ത് തന്നെ അത് പണിയാമായിരുന്നു. ആണെങ്കിൽ ഈ പാലത്തെ നമുക്ക് ഒരു പൈതൃകമായിട്ട് നിലനിർത്താനും കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഈ പാലം, പഴയ പാലം നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന സമയത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ പാലം അവിടെ നിലനിർത്തുകയാണെങ്കിൽ അതൊരു താൽക്കാലിക തടയണയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വേനൽക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതിനെയാണ് ഈ അധികാരികൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത വികസന സങ്കല്പത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് നമുക്ക് ഇതിനെ പറയാം. പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലങ്ങളാണ്. ഇവിടെ നർണി പാലം എന്നാണ് ഇത് പറയുക. അത് കഴിഞ്ഞാൽ ചിറ്റൂർ വിളയൂടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പാറക്കളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. പാലം തകർത്തുകൊണ്ട്, ഇത് നിലനിർത്തിക്കൊണ്ടൊരു തടയണ സൃഷ്ടിച്ചുകൊണ്ട് ഒരു മേൽപ്പാലം പണിയുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ ആ പാലത്തെ തകർത്തുകൊണ്ട് ആണ് മേൽപ്പാലം പണിയാനായിട്ട് പോകുന്നത്. അത് വാസ്തവത്തിലൊരു സാമ്പത്തിക കൊള്ളയ്ക്ക് ഇട നൽകുന്നതാണ്. ഇത് നിലനിർത്തി ഇവിടെ തടയായിരുന്നെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമാകുന്ന ഒരു സംവിധാനമായിട്ട് മാറേണ്ടതാണ്. അതിന് ആ പാലത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മേൽപ്പാലം പണിയാൻ പോകുന്നത്. വലിയൊരു അഴിമതിക്ക് വഴിവെക്കുന്നത് ചിറ്റൂരുമായിട്ട് തന്നെ വിളയൂടിയുമായിട്ട് ബന്ധപ്പെടുന്ന ഇവിടെ കെട്ടാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മേൽപ്പാലം ഉണ്ടാകുന്നത്. മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകുകയും പാലം കവിഞ്ഞു പോകുകയും ഗതാഗതം സാധ്യമാവാതെ വരുന്ന എത്രയോ കാലഘട്ടങ്ങൾ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. ഇപ്പോൾ ആ പാലത്തിനും അന്തി കുറിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമാക്കിയതിന് പിന്നിൽ ഈ ഒരു ധനക്കൊള്ളയ്ക്കുള്ള ചൂട്ടുപിടിക്കലായിട്ടാണ് വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വികസന കൊള്ളയാണ് ഈ പാലത്തിലൂടെ നടക്കാൻ പോകുന്നത് എന്നാണ് നർണി പാലവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്.